എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ടാണ്, പഴം വിളയിച്ചതാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം പഴം ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ മുറിച്ചെടുത്ത പഴം ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് റോസ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. തീയൊന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാനിൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. നട്ട്സ് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് താകിടുള്ള അവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും ഇതിൽ നന്നായി വറുത്തെടുക്കാം. അവിൽ പഴത്തിൻ്റെ കൂടെ ഞാൻ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഇത് നന്നായി വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതും ഇതിലൊന്ന് വറുത്തെടുക്കാം. എല്ലാം ഇതുപോലെ നെയ്യിൽ വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇതിലൊന്ന് മെൽറ്റ് ആയതിന് ശേഷം പഴം ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.